കല്ലൂപ്പാറ പഞ്ചായത്ത് 9-ാം വാർഡിലെ 23-ാം നമ്പർ അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങി. ഇതിന്റെ ഉദ്ഘാടനം പത്മശ്രീ PT ഉഷ MP നിർവഹിച്ചു. PT ഉഷ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 21 ലക്ഷം രൂപ ചിലവഴിച്ച് കല്ലൂപ്പാറ പഞ്ചായത്ത് 9-ാം വാർഡിലെ 23-ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് പത്മശ്രീ PT ഉഷ MP അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനു ടിറ്റിയുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ MP തുക അനുവദിക്കുകയും കെട്ടിടം മികച്ച രീതിയിൽ പണിയുകയും ആയിരുന്നു. കെട്ടിടത്തിനൊപ്പം ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനും പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. അതിന്റെ നിർമ്മാണവും കെട്ടിടത്തോടൊപ്പം പൂർത്തിയാക്കുവാൻ മനുവിന് സാധിച്ചു. കെട്ടിടത്തിനും ചുറ്റുമതിലിനും ഒന്നിച്ച് തുക അനുവദിപ്പിക്കുവാൻ മനുവിന് സാധിച്ച കാരണം അടച്ചുറപ്പുള്ള ഒരു അങ്കണവാടിയായി 23-ാം നമ്പർ അങ്കണവാടി മാറി. അങ്കണവാടിയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കിയാണ് അങ്കണവാടി തുറന്നു കൊടുത്തത്. എനിക്ക് തോന്നുന്നത് സാധാരണ MPമാരെക്കാൾ കൂടുതൽ അറ്റൻഡൻസ് എനിക്കുണ്ട്. ഞാൻ അവിടെ വന്നിരുന്ന് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഒരു പോസ്റ്റ് നമുക്ക് തന്ന് അത് വെറുതെ ഒരു അലങ്കാരമാക്കി വെച്ച് അതിനെ ഒന്നും ആർക്കും ഒരു ഉപയോഗം ഇല്ലാതെ വെച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെത്. അത് ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നോമിനേറ്റഡ് MP ആയതുകൊണ്ട് എനിക്ക് ഇന്ത്യ ഒട്ടുക്കും ചെയ്യാം. പക്ഷെ ഇന്ത്യക്ക് ചെയ്യാൻ വേണ്ടി കുറേ MPs ഉണ്ട്, ഞാൻ തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേരളത്തിനാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തിലാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. സാധാരണ മാസ്റ്റർ കണ്ണൂർ വന്ന കാരണം കൊണ്ട് കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് നോക്കാൻ ആളുണ്ട് എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഞാൻ പല സ്ഥലത്തും ഇതുപോലെ ഓരോരോ റോഡുമായിട്ടും അംഗൻവാടിയായിട്ടും എന്താ പറയുക ആംബുലൻസ് കൊടുത്തും പല റോഡ്, അണ്ടർപാസ്, ഫ്ലൈ ഓവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും കുറേ തടസ്സങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ കുറച്ച് വ്യത്യസ്തമാണ് ഈ നാട്. എല്ലാവരും കുറേയൊക്കെ സഹകരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ആ സഹകരണം എന്നെ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാനിവിടെ വന്നു പെട്ടത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് ഐക്യരപ്പടി പുതുപ്പല്ലത്ത് PN സുബ്രഹ്മണ്യ പണിക്കർ 3 സെന്റ് സൗജന്യമായി നൽകിയിരുന്നു. ഇതുകൂടാതെ 2021-22 വർഷത്തെ പഞ്ചായത്ത് പദ്ധതിയിൽ തുക വിലയിരുത്തി വിലയ്ക്ക് വാങ്ങിയ 2 സെന്റും ഉൾപ്പെടെ 5 സെന്റാണ് അങ്കണവാടിക്ക് സ്വന്തമായുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് വസ്തു വിട്ടു നൽകിയ സുബ്രഹ്മണ്യ പണിക്കരുടെ കുടുംബത്തെ ആദരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ 7 പഞ്ചായത്തുകളിലായി 133 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. 96 അംഗൻവാടിക്ക് മാത്രമേ ഉള്ളൂ സ്വന്തം കെട്ടിടം. 9 അംഗൻവാടികൾ ഇന്നും വാടകരഹിതമാണ് പ്രവർത്തിക്കുന്നത്. ശേഷിക്കുന്ന 25 അംഗൻവാടികൾ വാടകരഹിത പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പോകുന്നത്. എന്നാൽ പരമാവധി ആ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഇപ്പം കൊട്ടായങ്ങളും കൊച്ചാടൊക്കെ അംഗൻവാടികളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം കൊണ്ട് നമുക്ക് ഇത് സ്വയം പര്യാപ്തത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനപ്രതിനിധികൾ ചെയ്യുന്നതായ സഹായങ്ങളെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. വാർഡ് മെമ്പർ മനു ടിറ്റി ആമുഖ പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്ഞാനമണി മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി P, മനുഭായ് മോഹൻ, ബെൻസി അലക്സ്, ലൈസാമ സോമർ, സൂസൻ തോമസൺ, രതീഷ് പീറ്റർ, ജോളി റെജി, മോളിക്കുട്ടി ഷാജി, ചെറിയാഞ്ചെ മണഞ്ചേരി, റെജി ചാക്കോ, പഞ്ചായത്ത് സെക്രട്ടറി P നന്ദകുമാർ, CDPO അംബിക അന്തർജനം, ICDS സൂപ്പർവൈസർ റീന KR, സിന്ധു PG, CDS ചെയർപേഴ്സൺ ജോളി തോമസ് എന്നിവർ പ്രസംഗിച്ചു.